നിറയുന്നൊരറിവിന്റെ ദൂരങ്ങൾ താണ്ടി ഞാൻ എത്തുമ്പോൾ കാടും കടലും കടന്നു ഞാൻ ഒരു നാട്ടുമാങ്കൊമ്പിലിരിക്കുന്നു എന്ന് പക്ഷി. ഓസ്ട്രേലിയയില്, ഖത്തറില് ഒക്കെ അശ്വമേധം കഴിഞ്ഞ് ഒടുവിലൊരു നാട്ടുമാങ്കൊമ്പിൽ ഇരിക്കുമ്പോൾ ആ നാട്ടുമാങ്കൊമ്പിലേക്ക് 6 നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള രഥോത്സവത്തിന്റെ ഇതിവൃത്തമുള്ള ഒരു നാട്ടുമാങ്കൊമ്പിലേക്ക് ലോകമെമ്പാടുമുള്ള കൈരളി TV പ്രേക്ഷകരെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യും. ഇത് കൊടുവായൂർ. കൊടുവായൂരിലെ MV ഹാളിലാണ് ഇന്ന് അശ്വമേധം അരങ്ങേറുന്നത്. കലയുടെയും ഇതിഹാസങ്ങളുടെയും പോരാട്ടത്തിന്റെയും സമഭാവനയുടെയും കഥ പറയുന്ന ഒരു നാടാണിത്. എനിക്ക് കൊടുവായൂർ ഒരു പുതിയ അനുഭവം അല്ല. പലകുറി പലതവണ വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കാനായി ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. കൊടുവായൂരിൽ അശ്വമേധം അരങ്ങേറുമ്പോൾ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിന് സാരഥ്യം നൽകുന്ന പ്രിയങ്കരനായ സുഹൃത്ത് ശ്രീ കൃഷ്ണപ്രസാദ് ആദ്യ മത്സരാർത്ഥിയായി നമ്മോടൊപ്പം. നിങ്ങളുടെ നിറഞ്ഞ ഹർഷാരവങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യട്ടെ. ശ്രീ കൃഷ്ണപ്രസാദ് പ്ലീസ്. ശ്രീ കൃഷ്ണപ്രസാദ്, കൊടുവായൂരിന്റെ പശ്ചാത്തലത്തെ കുറിച്ചൊന്ന് പറയും. കൊടുവായൂർ ഈ ചിറ്റൂർ താലൂക്കിലെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കച്ചവട കേന്ദ്രമാണ്. ഇവിടെ പതിറ്റാണ്ടുകളായി തുണി വ്യവസായം, പച്ചക്കറി വ്യവസായം ഇതെല്ലാം തന്നെ ഏറ്റവും നല്ല നിലയ്ക്ക് നടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഒരു സന്ദർഭത്തിൽ 70% കാർഷിക മേഖലയായിരുന്ന ഈ ഗ്രാമപഞ്ചായത്ത് ഇന്ന് അത് മാറി 60% വ്യാവസായിക മേഖലയായി ഈ ഗ്രാമപഞ്ചായത്ത് വളർന്നു. 18 വാർഡുകൾ ഈ ഗ്രാമപഞ്ചായത്തിനകത്തുണ്ട്. 29,000 വോട്ടർമാർ ഈ ഗ്രാമപഞ്ചായത്തിനകത്തുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. വിവിധ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ജീവിക്കുന്ന ഏറ്റവും നല്ല ഹൃദയബന്ധങ്ങളുള്ള ഒരു ജാതി മത രാഷ്ട്രീയ വൈവിധ്യങ്ങളും വൈപുല്യങ്ങളും ഉണ്ടെങ്കിലും മാനവികത ചരടായി മാറുന്ന ഒരു പ്രദേശം. നിങ്ങളോട് പറയുന്നതല്ല, നിങ്ങൾക്കറിയാം നിങ്ങളുടെ നാടിനെ കുറിച്ച്. പക്ഷെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കൊടുവായൂരിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട്, ഒരു അറിവ് ഉണ്ടാകണ്ടേ? ഇനി പ്രേക്ഷകർക്ക് കൊടുവായൂരിലെ സുന്ദരികളെയും സുന്ദരന്മാരെയും കാണണമെങ്കിൽ കാണാം. അങ്ങനെ അശ്വമേധം കൊടുവായൂരിൽ എത്തി നിൽക്കുന്നു. പോയ ദിവസങ്ങളിലൊന്നിൽ ദയ എന്ന ജീവകാരുണ്യ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി HIV ബാധിതരായ രോഗികൾക്ക് കാരുണ്യ മെഡിക്കൽ കിറ്റുകൾ സമ്മാനിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ നിങ്ങളുടെ പഞ്ചായത്തിൽ വന്നിരുന്നു. ഒപ്പം ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ആ സ്കൂളിലെ കുട്ടികളാരും ഇല്ലേ ഇവിടെ? തുടങ്ങിയാലോ? തുടങ്ങാം സാർ. പാലക്കാട് മഴ പെയ്യുന്ന സമയത്ത് എത്തുന്നത് വളരെ റയറായ ഒരു ഭാഗ്യമാണല്ലേ? അല്ല, അങ്ങനെയില്ല. പാലക്കാടുകാർക്ക് ഏറ്റവും പ്രിയം മഴയോട് തന്നെയല്ലേ? പാലക്കാട്ടുകാർക്ക് ഏറ്റവും പ്രിയമുള്ള കാര്യം മഴ തന്നെയല്ലേ? മഴ തന്നെയാണ്. കാർഷിക മേഖലയാണ് ഈ പാലക്കാട് ജില്ല. പാലക്കാട്ടുകാർക്കല്ല, ആർദ്ര മനസ്സുള്ള എല്ലാവർക്കും ലോകത്തിൽ ഏറ്റവും പ്രിയം പലപ്പോഴും മഴയോട് തന്നെയാണ്. പുറത്ത് മഴ പെയ്യുമ്പോൾ തുറന്നു കിടക്കുന്ന ജാലകത്തിലൂടെ മഴയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഉള്ളിൽ പേരറിയാത്ത നോവുണരുന്നത് കൗമാരക്കാർക്ക് മാത്രമല്ല, എല്ലാ പ്രായത്തിലുമുള്ളവർക്കും ബാധകം തന്നെ. ശരിയല്ലേ? ശരിയാണ് സാർ. ആരംഭിച്ചാലോ? തുടങ്ങാം സാർ. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് കൊടുവായൂരിന്റെ ഗ്രാമസാരഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ കൃഷ്ണപ്രസാദിനെ ത്യാഗം. താങ്കൾ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ? ഇന്ത്യൻ? മലയാളി? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ?
ഇല്ല. ഇല്ല. സാധാരണഗതിയിൽ മരണം യെസ്. 1950 ശേഷം മരണം 50 മുമ്പാണ്. മുമ്പാണ്. 1900 ശേഷം യെസ്. സൗത്ത് ഇന്ത്യൻ യെസ്. ആണ്. തമിഴ്നാട്. യെസ്. രാഷ്ട്രീയം, കലാസാഹിത്യം. രാഷ്ട്രീയം. താങ്ക് യു. അത് പറഞ്ഞു തരണ്ട, ഏതെങ്കിലും ഒന്നാണെന്ന് പറഞ്ഞു തന്നാ മതി. യജ്ഞം. അപ്പൊ എനിക്ക് 2 ചോദ്യങ്ങൾ ലാഭിച്ചു. 1900-നും 1950-നും മുൻപ് സാധാരണഗതിയിൽ മരിച്ച തമിഴ്നാടുകാരനായ രാഷ്ട്രീയം, അല്ലേ? സ്വാതന്ത്ര്യ സമര പ്രവർത്തനമായിരുന്നോ പ്രധാനം? ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലം? അങ്ങനെ ആയിരുന്നില്ല. ഗാന്ധിജിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. താങ്ക് യു. താങ്കൾ എനിക്ക് ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു തരരുത്. യെസ് ഓർ നോ മാത്രം പറയുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയാൻ കഴിയില്ലെന്നാണ് പറഞ്ഞത്, അല്ലേ? അദ്ദേഹം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ദ്രാവിഡ രാഷ്ട്രീയത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ? അല്ല. അല്ല. ലെഫ്റ്റിസ്റ്റ് ആയിരുന്നു? യെസ്. അദ്ദേഹം കാൺപൂർ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു? കാൺപൂർ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നോ എന്നറിയില്ല. അറിയില്ല. അദ്ദേഹം കാൺപൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട്. അദ്ദേഹം തൊഴിലാളി വർഗ പോരാട്ടത്തിന്റെ നടുനായകത്വം വഹിക്കുകയും അതേസമയം തന്നെ ജാതീയതയ്ക്കെതിരെ ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്ത ഒരാളാണോ? യെസ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് 1 വർഷം മുൻപാണോ അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മരണത്തിന്റെ മഹാകാലത്തിലേക്ക് മടങ്ങിപ്പോയത്? യെസ്. ആണ്. ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക് ഹർഷോദ്ദീപകമോ പോരാട്ടത്തിന്റെ ഭാഷയിൽ വഴികാട്ടുന്നതോ ആയ ഒരു പേരാണത്. യെസ്. ആണ്. ശിങ്കാരവേലു ചെട്ടിയാരാണ് മനസ്സിൽ? യെസ്. ശിങ്കാരവേലു ചെട്ടിയാർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആരംഭം കുറിക്കുന്ന കാൺപൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച ആളാണ്. ഭാരതത്തിന്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടലുകൾ നടത്തി. ഗാന്ധിജിയുമായി അദ്ദേഹത്തിന് ഗാന്ധിജിയോടുള്ള ആരാധന അദ്ദേഹത്തിന്റെ ദേശീയധാരയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആദ്യകാലം സൂചിപ്പിക്കുന്നത്. അതാണ് പറഞ്ഞതല്ലേ? ശരി. എന്റെ മനസ്സപ്പോഴേക്കും ഈവേര പെരിയാർ അവർകളിലിട്ടൊക്കെയാണ് പോയത്. ശിങ്കാരവേല ചെട്ടിയാർ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്നു ഇദ്ദേഹം. ശിങ്കാരവേലു ചെട്ടിയാരെ മനസ്സിലോർമ്മിച്ചുകൊണ്ട് കൊടുവായൂരിന്റെ ഗ്രാമനായകൻ, ഇന്ത്യൻ തൊഴിലാളി മനസ്സുകളുടെ ജനനായകനെ മനസ്സിലോർമ്മിച്ചുകൊണ്ട് കൊടുവായൂരിലെ ഈ വൈജ്ഞാനിക പകലിന് ആരംഭം കുറിച്ചു. മത്സരാർത്ഥിത്വം താങ്കൾക്ക് 5B എന്റർപ്രൈസസിന്റെ ഒരു സമ്മാനവും നൽകും. ഓക്കെ സാർ. എന്താ മോളുടെ പേര്? അസ്ന പർവീൻ. അസ്ന പർവീൻ. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? 7. ഏത് സ്കൂളിലാ? MMM SBS കൊടുവായൂർ. ശരി. വീട്ടിലാരൊക്കെയാ ഉള്ളേ? അമ്മ, അച്ഛൻ, ഏട്ടൻ. അമ്മ, അച്ഛൻ, ഏട്ടൻ. ഏറ്റവും ഇഷ്ടം ആരെയാ?
3 പേരെ ഇഷ്ടോ? 3 പേരെ ഇഷ്ടം. ഇവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്? വന്നിട്ടില്ല. വന്നിട്ടില്ല. അച്ചോടാ, കുഴപ്പമില്ല. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ ഒരുപാട് അമ്മമാരുണ്ട്, ഇതിന് സമാനരായ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഏട്ടന്മാരുണ്ട് അല്ലേ? പാട്ട് പാടുമല്ലേ നീ? ഇല്ല. കള്ളം പറയരുത്. ചെറുങ്ങനെ ഇല്ല. തുടങ്ങാം, കളിക്കാം. റെഡി? റെഡി. ഈ കൊച്ചുമിടുക്കിക്ക് നിങ്ങളുടെ ഹർഷാരവം കൂട്ടാകട്ടെ. ഇന്ത്യൻ? നോ. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? നോ. സാധാരണഗതിയിൽ മരണം? യെസ്. ഏഷ്യൻ? നോ. യൂറോപ്യൻ? യെസ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി? യെസ്. ബ്രിട്ടീഷ് യെസ്. ആണ്. 1950 ശേഷം മരണം? യെസ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം? നോ. യജ്ഞം? സാമൂഹ്യ പ്രവർത്തനം? No. സ്പോർട്സ്? നോ. സയൻസ്? യെസ്. മോട്ടോർ ന്യൂറോൺ എന്ന രോഗം ബാധിച്ച് ഒരു വെന്റിലേഷൻ ചെയറിൽ ജീവിച്ച് അല്പദിവസങ്ങൾക്ക് മുമ്പ് മരണത്തിലേക്ക് മടങ്ങിപ്പോയ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എഴുതിയ മഹാനായ ഊർജതന്ത്രജ്ഞനാണോ? നോ. അല്ല. അപ്പൊ സ്റ്റീഫൻ ഹോക്കിൻസ് ഒന്നും അല്ല. നോ. നൊബേൽ ലോറിയറ്റ് ആണോ? യെസ്. ഫിസിക്സ്, കെമിസ്ട്രി? യെസ്. ഫിസിക്സ്. യെസ്. 16 ചോദ്യങ്ങൾ രാജസൂയ. ഫിസിക്സിൽ നോബൽ സമ്മാനം കിട്ടിയ ആളാണ് അല്ലേ? യെസ്. അദ്ദേഹം യെസ്. എന്താണ്? നോബൽ സമ്മാനം ഫിസിക്സിനല്ല? ഇതര സബ്ജക്റ്റുകൾ ഉണ്ടോ? ഉണ്ടോ? യെസ്. ബയോളജിക്കൽ സയൻസസ്? നോ. അദ്ദേഹം പുതിയതായി ഒരു ഇൻവെൻഷൻ, നോ. കണ്ടുപിടിപ്പ്, എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്തിയ ആളാണോ? നോ. കണ്ടുപിടുത്തം നടത്തിയ ആളാണോ? ഡിസ്കവറി ആണ്. എന്താണ് മോളെ? ഡിസ്കവറി. ഡിസ്കവറി ആണ് എന്നാണ് അവൾ ക്ലെയിം ചെയ്യുന്നത്. ഇൻവെൻഷൻ ഇല്ല എന്നാണ് അവൾ പറയുന്നത്. ശരിയാണോ? മെടുക്കി. അതായത് പുതിയതായി ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഉള്ള എന്തോ ഒന്ന് കണ്ടുപിടിച്ച ആളാണ് എന്നാണ് പറഞ്ഞത് അല്ലേ മോളെ? യെസ്. വെരി ഗുഡ്. ബ്രിട്ടീഷ് ആണെന്ന് പറഞ്ഞു അല്ലേ? യെസ്. അദ്ദേഹത്തിന്റെ മരണം 1970 ശേഷമാണോ? യെസ്. ഒന്നിലേറെ പേർ ചേർന്ന് നടത്തിയ ഒരു കണ്ടുപിടുത്തമാണോ അത്? യെസ്. ഫിസിക്സിനാണോ നോബൽ സമ്മാനം കിട്ടിയത്? ഊർജതന്ത്രത്തിനാണോ നോബൽ സമ്മാനം കിട്ടിയത്? യെസ്. എനിക്ക് അതിനെക്കുറിച്ച് അറിവ് അങ്ങനെയാണ്. 1970 ശേഷം മരിച്ച ബ്രിട്ടീഷുകാരനായ
നോബൽ സമ്മാനിതനായ മെഡിക്കൽ സയൻസ് റിലേറ്റഡ് ആയ ഒന്നിലേറെ പേർ ചേർന്ന് നടത്തിയ കണ്ടുപിടുത്തം. ഇതിനകത്ത് എനിക്ക് ആകെയുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് അതൊരു ഇൻവെൻഷൻ അല്ല, ഡിസ്കവറി ആണെന്നാണ് മോള് പറഞ്ഞത്. അതായത് നിലനിൽക്കുന്ന ഒന്ന് ആദ്യമായി അറിയിച്ചു എന്നാണ് മോള് പറഞ്ഞത് അല്ലേ? അതാണ് ഡിസ്കവറി. ആ കണ്ടുപിടുത്തത്തിൽ ഡോക്ടർ വാട്സൺ ഉണ്ടായിരുന്നു. യെസ്. അത് ഫിസിക്സ് അല്ല മോളെ, അദ്ദേഹത്തിന് ഫിസിക്സുമായാണോ ബന്ധം? മോൾ വിചാരിച്ച ആളിന്റെ അവസാന ചോദ്യം, മോൾ വിചാരിച്ച ആളിന്റെ കണ്ടുപിടുത്തത്തിൽ ഡോക്ടർ മോറിസ് വിൽക്കിൻസൺ ഉണ്ടായിരുന്നു. യെസ്. എവിടെയാ മോളത് ഫിസിക്സ് എന്ന് വായിച്ചത്? ഫിസിക്സിലെ മോളിക്കുലർ ബയോളജി. ഫിസിക്സ് അല്ല മോളെ, അത് ജീവശാസ്ത്രപരമാണ്. ഹി വാസ് എ ഫിസിഷ്യൻ. അദ്ദേഹം ഒരു ഫിസിഷ്യൻ ആയിരുന്നു. ഓ, ഫിസിഷ്യൻ എന്ന് വായിച്ചോ? ഫീൽഡിൽ ഫിസിക്സ് മോളെ, ഫിസിഷ്യൻ എന്ന് പറയുന്നത് ഫിസിക്സ് അല്ല, അത് ഫിസിസിസ്റ്റ് ആണ്. ഫിസിക്സ്. ഫിസിഷ്യൻ എന്നാൽ മെഡിക്കൽ സയൻസ് റിലേറ്റഡ് ആണ് കേട്ടോ. ഫിസിക്സിൽ ഇടപെടുന്നവരെ ഫിസിസിസ്റ്റ് എന്നാണ് പറയുന്നത്. വൈദ്യശാസ്ത്രത്തിൽ ഇടപെടുന്നവരെ ഫിസിഷ്യൻ എന്നും. ഫിസിസിസ്റ്റ് ആണ്. ഫിസിസിസ്റ്റ് അല്ല, ഫിസിക്സ്. അദ്ദേഹത്തിന്റെ ഒരു പോളിമാത്ത് എന്നുള്ള രീതിയിൽ ഫിസിക്സും കെമിസ്ട്രിയും മോളിക്കുലർ ബയോളജി അല്ല ബയോ കെമിസ്ട്രിയും ഉണ്ടാകാം. പക്ഷെ ആത്യന്തികമായി അദ്ദേഹം വൈദ്യശാസ്ത്ര രംഗത്താണ് അദ്ദേഹത്തിന്റെ സംഭാവന ഉണ്ടായത്. അതുകൊണ്ടാണ് അവർ 3 പേർക്കും, ഡോക്ടർ ജെയിംസ് വാട്സണും ഡോക്ടർ മോറിസ് വിൽക്കിൻസനും മോള് മനസ്സിൽ വിചാരിച്ച ആളിനും ചേർന്ന് ആ നോബൽ സമ്മാനം നൽകപ്പെട്ടത്. കെട്ടുപിടഞ്ഞ് കിടക്കുന്നവയാണ് നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ. കെട്ടുപിണഞ്ഞ് കിടക്കുന്നവയാണ് ഈ ലോകത്തിലെ എല്ലാ വൈജ്ഞാനിക ശാഖകളും. ഈ പറഞ്ഞ ഊർജതന്ത്രത്തിനും രസതന്ത്രത്തിനും ജീവശാസ്ത്രത്തിനും രാസ തന്മാത്രാ സ്വഭാവത്തിനും ഒക്കെ പാരസ്പര്യമുണ്ട്. കണക്കും കവിതയും തമ്മിൽ പോലും കെട്ടുപിണഞ്ഞ് കിടപ്പുണ്ട്. സംഗീതത്തിൽ തന്നെ ഗണിതശാസ്ത്രം വളരെ ആഴത്തിലുണ്ട്. അതുകൊണ്ട് ശാസ്ത്രശാഖകളെല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്നവയാണ്. ശാസ്ത്രശാഖകൾ മാത്രമല്ല, മനുഷ്യ ശരീരത്തിലെ ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡിന്റെ സ്ട്രക്ചറും അതുകൊണ്ട് തന്നെ ഒരു പിരിയൻ ഗോവണി പോലെ ഹെലിക്കലായ കെട്ടുപിടഞ്ഞു കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ദ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അത് കണ്ടെത്തിയത് ഡോക്ടർ വാട്സണും ഡോക്ടർ മോറിസ് വിൽക്കിൻസും ഫ്രാൻസിസ് ക്രിക്കും കൂടിയാണ്. ബ്രിട്ടീഷുകാരനായ ഫ്രാൻസിസ് ക്രിക്കാണോ മനസ്സിൽ? ഫ്രാൻസിസ് ക്രിക്ക് ബ്രിട്ടീഷ് ബയോഫിസിസ്റ്റ്, ന്യൂറോ ശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു ഫ്രാൻസിസ് ക്രിക്ക്. DNA ത്രിമാന ഘടന കണ്ടുപിടിച്ചതിന് 1962 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. ഈ DNA കണ്ടുപിടുത്തം നമുക്കുണ്ടാക്കിയ ഏറ്റവും വലിയ രസം കൊല്ലി എന്ന് ചോദിച്ചാൽ, ക്രിക്കിന്റെ മരണത്തിനൊക്കെ ശേഷം ലേറ്റർ സ്റ്റേജസിലാണ് ഈ ജീനോ മാപ്പ് ആവിർഭവിക്കുന്നത്. ഡോക്ടർ വാട്സൺ ജീനോ മാപ്പ് ഉണ്ടാക്കുന്നത്. ജീനോ മാപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ, നിങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ കൃത്യമായി നിർണയിക്കാം. നിങ്ങളുടെ മരണ കാരണമായേക്കാവുന്ന രോഗവും നിങ്ങളുടെ മരണ അവസ്ഥയും എപ്പോഴുണ്ടാകും എന്ന് മുൻകൂട്ടി നിർണയിക്കാൻ കഴിയുന്ന ജീനോ മാപ്പ് DNA കണ്ടുപിടുത്തത്തിനോടൊപ്പമാണ് പിന്നീടുള്ള തുടർ പഠനത്തിലൂടെയാണ് ആവിഷ്കരിക്കപ്പെട്ടത്. ഈ നിങ്ങളുടെ ജീവിതം എങ്ങനെയാകും എന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ പിന്നെന്താ ജീവിതം അല്ലേ? ഓരോ നിമിഷവും മാറിയും തിരിഞ്ഞും വരുന്ന കഥാത്മകതകളുടെ കൂടാണ് നമ്മുടെ ജീവിതം. അപ്പൊ എന്താണ് DNA സ്ട്രക്ചർ? നമ്മുടെ DNA സ്ട്രക്ചർ ഒരു ഹെലിക്കൽ സ്ട്രക്ചറാണ്. ഒരു പിരിയൻ ഗോവണി പോലെയാണ്
നമ്മുടെ DNA സ്ട്രക്ചർ എന്ന് കണ്ടുപിടിച്ച ആളാണ് ഡോക്ടർ ഫ്രാൻസിസ് ക്രിക്ക്. കേട്ടോ? ശരി. സിൽക്ക് ഹൗസിന്റെ സമ്മാനം. പട്ടുടുക്കണം. പച്ച നീയുടുത്താൽ പാടമായി തോന്നും, വെള്ള പട്ടു നീയുടുത്താലോ അരയന്നമായി മാറും. ഗുരുവായൂർ MP ഹാളിൽ നടക്കുന്ന ഈ വൈജ്ഞാനിക യാത്രയിൽ ഇനി ഡോക്ടർ ഹസീന പങ്കെടുക്കുന്നു. ഒരു ഡോക്ടർ. നമസ്കാരം. ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് വാട്സണെയും ക്രിക്കിനെയും ഒക്കെ ഊർജതന്ത്രജ്ഞന്മാർ എന്ന് പറയാനാണോ, വൈദ്യശാസ്ത്രത്തിൽ നിർണായകമായ സംഭാവന നൽകിയവർ എന്ന് പറയാനാണോ താങ്കൾ ഇഷ്ടപ്പെടുന്നത്? വൈദ്യശാസ്ത്രത്തിൽ പലപ്പോഴും ഈ ഫിസിഷ്യനും ഫിസിസിസ്റ്റും തമ്മിൽ കുട്ടികൾക്ക് തെറ്റിപ്പോകാറുണ്ട്. ഡോക്ടർ എവിടെയാ പ്രാക്ടീസ് ചെയ്യുന്നത്? കൊടുവായൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. മാഡം ഉച്ചത്തിൽ നല്ല ബോൾഡായി സംസാരിക്കണമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ കുത്തിവെക്കുമ്പോ അത്ര ബോൾഡ്നെസ് വേണ്ട, വളരെ മൃദുവായി കുത്തി. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ ഹസ്ബൻഡ് 3 ആൺകുട്ടികളും. ഹസ്ബൻഡ് ഡോക്ടറാണോ? ഹസ്ബൻഡ് ഡെപ്യൂട്ടി DMO ഡോക്ടറാണ്. ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറാണ്. അതെ അതെ. 3 കുട്ടികൾ, 2 പേര് മെഡിസിൻ പഠിക്കുന്നു, ഒരാള് ഫിസിയോതെറാപ്പി കഴിഞ്ഞു. 3 ആൺകുട്ടികൾ. ഞാൻ മെഡിസിന് പോയിരുന്നു, 2-3 കടയിൽ പോയി, കിട്ടിയില്ല. പിന്നെ തൽക്കാലം വൈദ്യശാലയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചിട്ടു. കൈവേദനയായിരുന്നു. MBBS മെഡിസിൻ വാങ്ങാനേ. ഡോക്ടർ ഹസീന എന്ന് പറഞ്ഞാൽ ചിരിക്കുക എന്നാണല്ലേ? എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ലെറ്റ് യുവർ സ്മൈൽ ചേഞ്ച് ദ വേൾഡ്, ബട്ട് നെവർ ലെറ്റ് ദ വേൾഡ് ചേഞ്ച് യുവർ സ്മൈൽ. അല്ലേ? അശ്വമേധം ഇഷ്ടമാണ്? അതെ അതെ, ഇഷ്ടമാണ്. ഇന്ന് കൊടുവായൂരില് ഇങ്ങനെ അശ്വമേധം കളിക്കാൻ ഇടയുണ്ടാകും എന്ന് പണ്ട് ആലോചിച്ചിരുന്നോ? ഇല്ല. ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ കൃഷ്ണപ്രസാദും നമ്മുടെ സുരേഷും നിങ്ങളുടെ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ രമേശും എല്ലാവരും കൂടെ ചേർന്ന് ഒരു സംഘടിപ്പിച്ച പരിപാടിയാണ്. ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായി. ആ 10-500 പേരുണ്ടല്ലേ? അത് ഈ സിനിമ അശ്വമേധത്തിൽ ഇല്ലാത്തത് കൊണ്ട് നടിമാരുടെ ഒന്നും പേര് ഓർമ്മയില്ല. ആ എറണാകുളത്ത് വന്നപ്പോൾ 10,000 കൂടിയ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, കള്ളൻ. ഇത്ര പേരുണ്ടായിട്ടും പച്ച ഉടുപ്പ് ഇട്ടുകൊണ്ട് ആദ്യമേ ഉച്ചത്തിലങ്ങ് വിളിച്ചു പറഞ്ഞു. ഞാനത് ആരാ പറയുന്നതെന്ന് നോക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. സണ്ണി ലിയോൺ. സണ്ണി ലിയോൺ ഉറക്കെ വിളിച്ച് പറഞ്ഞേ. സണ്ണി ലിയോൺ വന്നപ്പോൾ കൊച്ചിയിൽ ആള് കൂടി. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിവിന്റെ യാത്രയുമായി എത്തിയപ്പോൾ ആള് കൂടാൻ കേരളത്തിൽ ചില സ്ഥലങ്ങളുണ്ട്. അതിലൊരു സ്ഥലം ഈ കൊടുവായൂരാണ് എന്നറിയുന്നതിൽ സന്തോഷം. നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഡോക്ടർ ഹസീനയെ ആരവങ്ങളോട് സ്വാഗതം ചെയ്യാം. യാഗം. Is it a medical professional? Yes. Thank you. Indian? അതെ. മലയാളി? അതെ. പുരുഷൻ? പുരുഷൻ. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. പോയ ദിവസങ്ങളിൽ 100-നോടടുത്ത ഒരു ജന്മനാൾ ആഘോഷിക്കപ്പെട്ടോ? ഇല്ല. പെട്ടെന്ന് മനസ്സൊന്ന് കോട്ടയ്ക്കൽ പോയിട്ട് വന്നു. അല്ല, അലോപ്പതിക് മെഡിസിൻ? അതെ. അത് തന്നെയാണോ അദ്ദേഹത്തിന്റെ പ്രശസ്തി? മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സർജൻ അല്ല. സർജറി അല്ല. അല്ല. ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ ഒന്നും അല്ല. അല്ല. ജോസ് ചാക്കോ പെരിയപുറം ഫിലിപ്പ് അഗസ്റ്റിൻ ആ കൂട്ടത്തിൽപ്പെട്ട ആരും അല്ല. അല്ല അല്ല. ഓൺകോളജി?
അല്ല. ഡോക്ടർ ഗംഗാധരനൊന്നും അല്ല. അല്ല. VPN-കാരനല്ല. അല്ല. കാർഡിയോളജി അല്ല. 10 ചോദ്യങ്ങൾ. യജ്ഞം. കേരളത്തിനകത്ത് തന്നെയാണോ? അതെ അതെ. ഗവൺമെന്റ് സർവീസിലാണോ? ഇല്ല. അല്ല, ഗവൺമെന്റ് സർവീസ് ജോലി ചെയ്തിട്ടില്ല. ഇല്ല, ഇപ്പൊ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു തോന്നുന്നു. മലബാർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. അതെ. കോഴിക്കോട് ഇല്ല. അതെ. ദേശീയ കോഴിക്കോട് ഉദ്ദേശിച്ച വർക്ക് ചെയ്യുന്നതാണോ അതോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനം? അതെ, കോഴിക്കോട്. ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ? ഉണ്ട്. അദ്ദേഹം ഓൺകോളജിസ്റ്റ് അല്ല എങ്കിലും ഓൺകോളജിയുമായി ബന്ധപ്പെട്ട ഒരുപാട്, അല്ലെങ്കിൽ ഓൺകോളജിക്കൽ ഡിസീസുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗികൾക്ക് അതെ. പിന്നീട് അവരുടെ തുടർ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ സഹായം അനുഭവപ്പെടാറുണ്ട്. ഉണ്ട്. 16 ചോദ്യങ്ങൾ രാജസൂയം. പത്മപുരസ്കാരം ലഭിച്ചോ? ഉണ്ട്. അദ്ദേഹം സാരഥ്യം വഹിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടോ? ഉണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ പേര് പാലിയം ഇന്ത്യ എന്നാണ്. അതെ അതെ അതെ. അതെ. വേദനയുടെ, നിസ്വമായ വേദനയുടെ ഇരുട്ടിൽപ്പെട്ട് പിടഞ്ഞു പോകുന്ന മനുഷ്യജീവന് സാന്ത്വനത്തിന്റെ, കരുണയുടെ, തുടർ ചികിത്സയുടെ, ജീവിത പ്രത്യാശയുടെ സഹായഹസ്തങ്ങളുമായി എത്തുന്ന പാലിയേറ്റീവ് കെയർ ആണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തനം? അതെ അതെ അതെ. ഡോക്ടർ രാജഗോപാലാണോ മനസ്സിൽ? അതെ അതെ. നല്ല സെലക്ഷൻ, നല്ല സെലക്ഷൻ. ഡോക്ടർ MR രാജഗോപാൽ. പാലിയേറ്റീവ് രംഗത്ത് പ്രസിദ്ധി നേടിയ വ്യക്തിയായ MR രാജഗോപാൽ പാലിയം ഇന്ത്യ എന്ന ട്രസ്റ്റിന്റെ സ്ഥാപകനാണ്. 2018 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ഡോക്ടർ MR രാജഗോപാൽ ഒരു ഡോക്ടറിനെ വിലയിരുത്തുന്നത് പല ഘടകങ്ങൾ കൊണ്ടാണ്. പ്രഗത്ഭരായ ഒരുപാട് ഡോക്ടർമാരുണ്ട് നമ്മുടെ ലോകത്ത്. ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡിൽ തുടങ്ങി നമ്മുടെ ഇന്ത്യയിലെ ഡോക്ടർ MC മോഡി അടക്കം, ഡോക്ടർ വേണുഗോപാൽ അടക്കമുള്ള പ്രഗത്ഭരായ സർജൻസും ഓൺകോളജിസ്റ്റുകളുണ്ട്. പക്ഷെ ഏത് ചികിത്സാ വിധികളുടെ മിടുക്കിനും അപ്പുറത്ത് വേദനയോടെ വരുന്ന രോഗി പോകുമ്പോൾ ആ രോഗിയുടെ മനസ്സിൽ ആശ്വാസത്തിന്റെ ഒരു ചെറിയ വെളിച്ചം ഉണ്ട് എങ്കിൽ, വിഷമിക്കുന്ന രോഗിയുടെ പുറത്ത് ഒരു ഡോക്ടറുടെ കരതലം ഒന്ന് ചേർത്തമർത്താൻ ഡോക്ടറിന് കഴിയും എങ്കിൽ, അതിനേക്കാൾ വലിയ ആന്റിബയോട്ടിക്കുകൾ ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്നത് തന്നെയല്ലേ? ഡോക്ടർ ഹസീന, വളരെ സന്തോഷം. വേഗം പറയുന്ന എനിക്കറിയായിരുന്നു. പക്ഷെ ഈ ഒരു പേര് ഈ ഒരു സദസ്സിൽ അത് പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാനത് സെലക്ട് ചെയ്തത്. അല്ല, ഡോക്ടർ MR രാജഗോപാലിനെ നമ്മുടെ രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ പത്മശ്രീ പുരസ്കാരത്തിനേക്കാൾ എത്രയോ വലുതായി അദ്ദേഹം ഒരുപാട് വേദനിക്കുന്ന, പലപ്പോഴും രോഗം ഭേദമാകാൻ സാധ്യതയില്ലാത്ത, ഒരുപാട് മരണത്തിന്റെ ഗുഹാമുഖത്തേക്ക് മെല്ലെ പദം വച്ച് തങ്ങൾ യാത്ര ചെയ്യുകയാണ് എന്ന് ഉറപ്പുള്ള ഒരുപാട് രോഗികളുടെ മനസ്സിലും അപ്പോഴും ഒരു വെളിച്ചം, ഒരു പ്രത്യാശ, ഒരു ആശ്വാസം, ജീവിച്ച നിമിഷങ്ങളെ കുറിച്ചോർത്ത് ഒരു ചെറിയ മഴത്തുള്ളി കിലുക്കമൊക്കെ അവശേഷിപ്പിക്കാൻ കഴിയുന്നത് നല്ല വാക്കിനാണ്, സാന്ത്വനത്തിനാണ്, പരിചരണത്തിനാണ്, ഒരിറ്റ് സ്നേഹത്തിനാണ്. സല്യൂട്ട്സ് ടു ഡോക്ടർ MR രാജഗോപാൽ ആൻഡ് പാലിയം ഇന്ത്യ. താങ്ക് യു സർ. താങ്ക് യു സർ. ഓർക്കാപ്പുറത്ത് ചെമ്പരത്തികളാകുന്നിടം പിന്നീട് കാക്കക്കറുപ്പുള്ള നട്ടുച്ചകളാകും എന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ. വാക്കെരിയുന്ന അടുപ്പിൽ നിന്ന് തീക്കനൽ കോരി തിന്നുമ്പോഴാണത്രേ അവ സംഭവിക്കുന്നത്. അറിവെരിയുന്ന അടുപ്പിൽ നിന്നും ഓർമ്മകളുടെ കനലുകൾ തേടിയുള്ള യാത്രയാണിത്.
എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊടുവായൂരിലാണ്. സ്വാഗതം അശ്വമേധത്തിലേക്ക്. പിന്നെ എന്ത് ചെയ്യുന്നു? PSC കോച്ചിങ് ടാലന്റില്. അത് അത്രയും PSC കോച്ചിങ്ങിനുള്ള ആളുകളാ? അതെ അതെ, സപ്പോർട്ടുള്ള എനിക്കാണ്. ചിയർ ലീഡേഴ്സ് ആണ് അവർ. എവിടെ വീട്? വീട് നെന്മാറ. നെന്മാറ NSS കോളേജിനടുത്ത്. അവിടെ ഞാൻ പഠിച്ചത്, ഡിഗ്രി അവിടെ കഴിഞ്ഞത്. നെന്മാറയിൽ ഞാനൊരു സ്ഥാപനത്തിൽ വന്നിട്ടുണ്ടല്ലോ ഒരു പറഞ്ഞാൽ അറിയായിരിക്കും. അതൊരു അതുപോലൊരു PSC ആയിരുന്നു. അവിടെ ക്ലിയർ ആയിട്ട്. ശരി, ആരംഭിച്ചാലോ? തുടങ്ങാം. വിനുവിന് നിങ്ങളുടെ ഹർഷാരവം ഉറപ്പ്. യാഗം. ചിയർ ലീഡേഴ്സിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ? അല്ല, അവർ വന്നതാ. എനിക്ക് ചിയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. യാഗം. ഇന്ത്യൻ അല്ല? ആണ് ഇന്ത്യനാ. അല്ല, യാന്നാ പറയാ, എന്ന് പറ. കടുപ്പിക്കല്ലേ? അതെ, അല്ല, അല്ലെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അറിയില്ല ഈ ഇംഗ്ലീഷ് അധികം. മലയാളി? നോ. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായം? നോ. സ്പോർട്സ്. ക്രിക്കറ്റ്? യെസ്. ഇപ്പോഴും കളിക്കുന്നുണ്ടോ? ഇപ്പോൾ റിട്ടയർഡാണ്, കളിക്കുന്നില്ല. ബാറ്റിംഗ് ആയിരുന്നോ പ്രധാനം? കൂടുതലായിട്ട് ബാറ്റിംഗ് ആണ്. പ്രധാനം ബാറ്റിംഗ് ആയിരുന്നോ? യെസ് ഓർ നോയിൽ നിർത്തൂ ഉത്തരം. അതെ. ഇന്ത്യക്ക് വേണ്ടി 20-ലേറെ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടോ? താഴെയാണ്, 20 താഴെ. 20 താഴെ കളിച്ചിട്ടുള്ളൂ. യജ്ഞം? പത്തിൽ കൂടുതൽ കളിച്ചിട്ടുണ്ടോ? 10 കൂടുതൽ കളിച്ചു. ഇന്ത്യക്ക് വേണ്ടി 10 കൂടുതൽ ഏകദിനങ്ങൾ കളിച്ച, റിട്ടയർ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ? മഹാരാഷ്ട്ര? നോ. അല്ല. ഡൽഹി, ബറോഡ, ഹരിയാന, പഞ്ചാബ്, ബംഗാൾ? അല്ല. 2000-ന് ശേഷം കളിച്ചോ? കളിച്ചിട്ടുണ്ട്. 2010-ന് ശേഷം കളിച്ചോ? ഇല്ല. അതൊരു 10-ന് ശേഷം ഡൗട്ടാണ്. ഓടിയെ കളിച്ചിട്ടില്ല, ഫസ്റ്റ് ക്ലാസ് കളിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഫസ്റ്റ് ക്ലാസ് അല്ല, ഇന്ത്യക്ക് വേണ്ടി കളിച്ചോ? ഇല്ല. 10 കളിയിൽ കൂടുതൽ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. 20 കളിയിൽ കൂടുതൽ ഇല്ല എന്നും പറഞ്ഞു അല്ലേ? അയാളുടെ ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണ്? അതെ. സ്പോർട്സിൽ പ്രശസ്തരാണോ എന്നാണ് ചോദ്യം. അതെ. 16 ചോദ്യങ്ങൾ രാജസ്വീയം. അയാളുടെ പ്രശസ്തിയുള്ള ബന്ധു ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടോ ക്രിക്കറ്റ്? അതെ, കളിച്ചിട്ടുണ്ട്. ഇപ്പൊ കളിക്കുന്നുണ്ടോ? ഇപ്പില്ല. പ്രശസ്തിയുള്ള ബന്ധുവിന് 50 വയസ്സിന് മുകളിൽ പ്രായമായോ? ആയി. അയാളുടെ പ്രശസ്തനായ ബന്ധു ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്. എന്റെ അവസാനത്തെ ചോദ്യം, അയാൾ ലെഫ്റ്റ് ഹാൻഡർ ആണോ? അതെ. രോഹൻ ഗവാസ്കർ ആണോ? അതെ. നല്ല സെലക്ഷൻ. താങ്ക് യു. ബാറ്റ്സ്മാനാണ് ബൗളറേക്കാൾ മുകളിൽ എന്നോ ബൗളറാണ് ബാറ്റ്സ്മാനേക്കാൾ മുകളിൽ എന്നൊന്നും അങ്ങനെ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ, ബൗളിംഗ് ഓൾറൗണ്ടർ എന്ന് കൃത്യമായി സ്പെസിഫൈ ചെയ്യാത്ത ബാറ്റിംഗ് ആണ്. പക്ഷെ അത് കൃത്യമായി സ്പെസിഫൈ ചെയ്യാൻ കഴിയാത്തൊരു ഓൾറൗണ്ടറാണ് രോഹൻ ഗവാസ്കർ. റോബിൻ സിംഗും അങ്ങനെയാണ്. കാരണം റോബിൻ സിംഗ് ബൗളറായാണ് ടീമിൽ വന്നത്, പക്ഷെ ബാറ്റ്സ്മാൻ ആയിരുന്നു. രോഹൻ ഗവാസ്കർ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ്. രോഹൻ ഗവാസ്കർ ഇടം കൈ ബാറ്റ്സ്മാനും ബോളറുമായിരുന്നു. 11 ഏകദിന മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഇദ്ദേഹം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കറുടെ മകനാണ്. ശരി, താങ്ക് യു.
ഓൾ ദ ബെസ്റ്റ്. ഒരു ഗംഭീരൻ. എന്താടാ ഇത്? ആരാ വരച്ചേ? ചേച്ചി. ശരി. ഏത് ക്ലാസ്സിലാ മോള് പഠിക്കുന്നേ? ഇനി 7ല്. സങ്കടം വരുന്നുണ്ടോ? ഒരു പാട്ട് പാടാം. അമ്പിളി മാമന് കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങായി, ആനത്തെ മേഘത്തിനാല് ചമച്ചിടാം നല്ല പുതപ്പിന് ചേലായി. അമ്പിളി മാമന് കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങായി, മാനത്തെ മേഘത്തിനാല് ചമച്ചിടാം നല്ല പുതപ്പിന് ചേലായി. സന്ധ്യ മയങ്ങുന്ന നേരത്തെ ദൂരത്ത് കണ്ണുമിഴിച്ചു വരും നേരം, കൂട്ടിനു നക്ഷത്ര കുട്ടികൾ അത്രയും മാമന്റെ കൂടെ അതെല്ലാരും. സന്ധ്യ മയങ്ങുന്ന നേരത്തെ ദൂരത്ത് കണ്ണുമിഴിച്ചു വരും നേരം, കൂട്ടിനു നക്ഷത്ര കുട്ടികൾ അത്രയും മാമന്റെ കൂടെ അതെല്ലാരും, മാമന്റെ കൂടെ അതെല്ലാരും. അമ്പിളി മാമന് കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങായി, മാനത്തെ മേഘത്തിനാല ചമച്ചിടാം നല്ല പുതപ്പിന് ചേലായി. മിന്നമിനുങ്ങുകൾ മാമനെ കണ്ടിട്ട് മിന്നിത്തെളിഞ്ഞു പറക്കുന്നേ, കുട്ടിക്കുറുമ്പുള്ള കുട്ടിക്കുരങ്ങുകൾ കെട്ടിപ്പിടിക്കുവാൻ ചാടുന്നു. മിന്നമിനുങ്ങുകൾ മാമനെ കണ്ടിട്ട് മിന്നിത്തെളിഞ്ഞു പറക്കുന്നേ, കുട്ടിക്കുറുമ്പുള്ള കുട്ടിക്കുരങ്ങുകൾ കെട്ടിപ്പിടിക്കുവാൻ ചാടുന്നു, കെട്ടിപ്പിടിക്കുവാൻ ചാടുന്നു. അമ്പിളി മാമന് കമ്പിളി വേണമെന്നോട് ചൊല്ലിയ ചങ്ങായി, മാനത്തെ മേഘത്തിനാല് ചമച്ചിടാം നല്ല പുതപ്പിന് ചേലായി. ഇത് നാടൻ പാട്ടല്ല, നല്ല മനോഹരമായി മോള് ചൊല്ലിയൊരു കവിതയാണ് മോളെ. ഗംഭീരമായി ചൊല്ലി അല്ലേ മിടുക്കി. നല്ല തിളക്കമുള്ള കണ്ണുകളാണ്. നല്ല മിടുക്കി കുട്ടിയായിട്ട് വളരണ വർച്ചിത കേട്ടോ. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ അധ്യാപകനായ സനീഷാണ് ഇനി മത്സരിക്കാൻ എത്തുന്നത്. ഈ കുട്ടികളുടെ മുഴുവൻ ആവേശ നിർഭരമായ ആരവങ്ങളും സനീഷ്. ഗുരുവായൂർ, അതെ. എത്ര കാലമായി ഇവിടെ ലിറ്റിൽ ഫ്ലവർ? ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഈ വർഷം ഈ അക്കാഡമി. പക്ഷെ കുട്ടികൾക്ക് നിങ്ങളെ വലിയ ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നില്ല. നമുക്ക് ചോദിച്ചു നോക്കിയാലോ? ഓക്കെ, അവരുടെ കയ്യടി അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കും. ഷുവർ. ഇഷ്ടമാണോ? അപ്പൊ സനീഷ് എന്താ പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ്. അശ്വമേധം കാണാറുണ്ട്? ഉണ്ട്. 10ാം ക്ലാസ് മുതലേ അന്ന് മുതലേ കണ്ടിരുന്നു. ഞാൻ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കുട്ടികളായിട്ട് ചെയ്യായിരുന്നു. 10 മുതലേ 10ാം ക്ലാസ്സിൽ പഠിക്കും. അന്നേ ഇഷ്ടമാണ് സാറിനെ. ഇഷ്ടമായത്. അപ്പോ SLC ഒക്കെ പഠിച്ച ആളാ? ഞാൻ SLC പഠിച്ചിട്ടില്ല. SLC പഠിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. നുണയല്ല, സത്യമാണ്, സത്യമാണ്. ഞാൻ അങ്ങനെ ഒരു അസത്യം പൊതുവേദി പറയോ? ഞാൻ SLC കഴിഞ്ഞിട്ടില്ല. തുടങ്ങാം? ഓക്കെ, ഷുവർ. ആദ്യത്തെ കുട്ടികൾക്ക് ഒരുമാതിരി എന്നോട് ഒരു വിശ്വാസക്കുറവ്. അതെ. അല്ല, ഞാൻ പഠിച്ച ആ വർഷം SSC ആയിരുന്നു. 87 മാത്രം SSC ആയിരുന്നു, എല്ലില്ലായിരുന്നു. 1200 മാർക്കിന്റെ വലിയൊരു പാഠപുസ്തകമായിരുന്നു, ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾ എല്ലില്ലാത്തവരെ ആയി മാറിയ വർഷമാണ്. ആദ്യത്തെ 10 ചോദ്യങ്ങളിലേക്ക് സനീഷ് പാട്ട് പാടോ? ഇല്ല. യാഗം. പുറത്ത് മഴ പെയ്യുന്നു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവറിൽ ഓഡിറ്റോറിയത്തിനകത്ത് സനീഷിന്റെ മനസ്സ് പെയ്യട്ടെ. പുരുഷൻ? യെസ്. ഇന്ത്യൻ? നോ. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. ഏഷ്യൻ? നോ. യൂറോപ്യൻ? നോ. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? നോ. സ്പോർട്സ്? യെസ്. പന്ത് ഉപയോഗിച്ചുള്ള ഒരു കളി? നോ.
അത്ലറ്റിക്സ്. യെസ്. ഷോർട്ട് ഡിസ്റ്റൻസിലാണ്. കേട്ടില്ല. ഷോർട്ട് ഡിസ്റ്റൻസ് ആണോ? സ്പ്രിന്റ് ആണോ? നോ. അല്ല. മിഡിൽ ഡിസ്റ്റൻസ്? നോ. ഓട്ടം തന്നെയാണ്? യെസ്. ഒളിമ്പിക് മെഡലിസ്റ്റ് ആണ്? നോ. ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടില്ല? ഇല്ല. എന്തായൊക്കെ റിലവൻസ്? ലോങ് ഡിസ്റ്റൻസ്? യെസ്. മാരത്തൺ? യെസ്. ഓ 16. Has he come to India? നോ. 16 ചോദ്യങ്ങൾ രാജശ്രീ. മാരത്തണിന്റെ ഗ്രാൻഡ് പ്രീയിൽ വല്ലതും ചാമ്പ്യൻ ആയിട്ടുണ്ടോ? മാരത്തണിന്റെ ഗ്രാൻഡ് പ്രീ മാരത്തണിന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വല്ലതും നേടിയിട്ടുണ്ടോ? അങ്ങനെയല്ല. നോ. അദ്ദേഹത്തിന്റെ ഫെയിം അങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ്? നോ. ചാമ്പ്യൻഷിപ്പ് ഒന്നുമില്ല. അങ്ങനെയല്ല, അതിൽ കൂടുതലാണ് അദ്ദേഹത്തിന്റെ ഫെയിം എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിലാണ്. അത്ലറ്റ് എന്നുള്ള രീതിയിലല്ലേ? യെസ് യെസ് യെസ്. ഓട്ടമല്ലാതെ മറ്റിനങ്ങളിലുണ്ടോ? ഉണ്ട്, അതും ഉണ്ട്. ബട്ട് ഓട്ടാണ് മെയിൻ. ഇല്ല സനീഷ് പറയൂ. ഡേവിഡ്. കൺഗ്രാറ്റുലേഷൻസ്. പറയൂ. ഡേവിഡ് ഗോഗിൻസ്. ലോകത്തിലെ ടഫസ്റ്റ് മാൻ എന്ന് വിളിക്കാൻ പറ്റും അയാളെ. അദ്ദേഹം അൾട്രാ മാരത്തോൺ റണ്ണറാണ്. സാധാരണ മാരത്തോൺ 42 കിലോമീറ്റേഴ്സ് ഒക്കെ അല്ലേ. അൾട്രാ മാരത്തോൺ ഒരു 135 വലിയ 200ഓളം കിലോമീറ്റേഴ്സാണ് ഓടുക. അത് അമേരിക്കയിലെ ഡെത്ത് വാലിയിൽ കൂടെയൊക്കെയാണ് ഓടുക. അദ്ദേഹം അമേരിക്കൻ സീൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ അവരുടെ എയർ കൺട്രോളും നേവിയും ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരേ ഒരാളാണ്. 2014 ഏറ്റവും കൂടുതൽ പുള്ളപ്സ് എടുത്തിട്ടുള്ള പുഷപ്പല്ല പുള്ളപ്പ് 4000ഓളം പുള്ളപ്പ് എടുത്തിട്ടുള്ള അതിൻ്റെ വേൾഡ് റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേര്. പുള്ളപ്പും പുഷപ്പ് അറിയാം. പുള്ളപ്പ് എന്താണ്? പുള്ളപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവന്നത്. 4000-ന് മേലെ പുള്ളപ്പ് എടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം വളരെ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഞാൻ ഒരുപാട് പുള്ളപ്പൊക്കെ എടുക്കും, ശരീരം കണ്ടാലേ അറിയില്ലേ. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അയാൾ. അല്ല, എൻ്റെ ഈ ശരീരം കണ്ടിട്ടാണ് നിങ്ങൾ ഇതുമായി യാതൊരു ബന്ധമില്ലാത്തൊരു മേഖലയിൽ നിന്ന് ഒരാളിനെ വിചാരിച്ചല്ലേ? സാധാരണ ഡേവിഡ് ഗോഗിൻസ്. ഗോഗിൻസ്. സ്പെൽ ഇറ്റ്. ഡേവിഡ് then ഗോഗിൻസ്. GOGGINS. ഡേവിഡ് ഗോഗിൻസ് ഒരു അമേരിക്കൻ നേവി ഉദ്യോഗസ്ഥനും അൾട്രാ മാരത്തോൺ റണ്ണറുമാണ്. 24 മണിക്കൂറിനുള്ളിൽ ഏറ്റവും അധികം തവണ പുള്ളപ്പുകൾ എടുത്ത് ലോക റെക്കോർഡ് സ്വന്തമാക്കി. ഇത് മത്സരിക്കാനുള്ള സമ്മാനം നോർത്ത് റിപ്പബ്ലിക്കിന്റെ. ചാപ്ലിന്റെ വേറെ 2 കൊട്ടേഷൻസ് ഉണ്ട്. ഒന്ന്, ഐ നോ യു ഹാവ് മെനി റീസൺസ് നോട്ട് ടു സ്മൈൽ ബട്ട് നെവർ പ്ലീസ് ബട്ട് യുവർ ലിപ്സ് ഡോണ്ട് ഹാവ് എനി റീസൺസ്. നിങ്ങൾക്ക് ചിരിക്കാതിരിക്കാൻ പല കാരണങ്ങൾ ഉണ്ടാകാം, പക്ഷേ ആ കാരണങ്ങളൊന്നും നിങ്ങളുടെ ചുണ്ടുകൾക്ക് ബാധകമല്ല. മറ്റൊരു കൊട്ടേഷൻ ഉണ്ട്, ലെറ്റ് യുവർ സ്മൈൽ ചേഞ്ച് ദ വേൾഡ് ബട്ട് നെവർ ലെറ്റ് the hazards of the world change yours.